പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിലെ രണ്ടാം ഭാഗത്തിലെ ഒന്നാമത്തെ അധ്യായം. നോവൽ കഴുകൻ ഭാഗം 2 അധ്യായം 1. പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങിയതാണ് ശേഖരൻകുട്ടി. ഒറ്റപ്പാലത്തു നിന്ന് ബസ് പിടിച്ച് പാലക്കാട്ടിറങ്ങി. വടക്കന്തറയ്ക്ക് വലിഞ്ഞു നടന്നു. കിളിയൊഴിഞ്ഞ കൂടുപോലെ വടക്കന്തറ ലോഡ്ജ്. പരീക്ഷ കഴിഞ്ഞ അന്തേവാസികൾ എല്ലാവരും സ്ഥലം വിട്ടിരിക്കുന്നു. താഴെ നിലയിൽ തെക്കേ അറ്റത്തുള്ള മുറിയുടെ ജനാല മാത്രം തുറന്നു കിടക്കുന്നുണ്ട്. രാമേട്ടൻ്റെ മുറി. ലോഡ്ജിൻ്റെ മേൽനോട്ടക്കാരനായ രാമേട്ടന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ. 1-ാം കൊല്ലക്കാരും 2-ാം കൊല്ലക്കാരും കോളേജ് തുറക്കുന്നതിന് 2 ദിവസം മുമ്പേ തിരിച്ചു വരും. 3-ാം കൊല്ലക്കാർ പിരിഞ്ഞു പോയതുകൊണ്ട് അവരുടെ മുറികൾ ഒഴിഞ്ഞു കിടക്കും. മുറി അന്വേഷിച്ച് പുതിയ കുട്ടികൾ വരും. മാസത്തിൽ 3-4 ദിവസമേ രാമേട്ടൻ ലോഡ്ജിൽ നിന്ന് മാറി നിൽക്കൂ. ഭാര്യയും 2 മക്കളും കോങ്ങാട്ടെ അവരുടെ തറവാട്ടിൽ. രാമേട്ടന് അമ്മയോ അച്ഛനോ കുടുംബ വീടോ ഇല്ല. ഒറ്റത്തടി. അങ്ങാടിക്കാളയെപ്പോലെ അലഞ്ഞു നടക്കുമ്പോഴാണ് വകയിലൊരമ്മാവൻ രാമേട്ടനെ കൊണ്ട് മകൾക്ക് പുടവ കുടിപ്പിച്ചത്. ശങ്കരമൂത്താൻ്റെ ലോഡ്ജിൻ്റെ കാവലാളാണ് അന്നും രാമേട്ടൻ. ഒട്ടും പ്രതീക്ഷിക്കാതെ BA 3-ാം കൊല്ലം പഠിച്ചിരുന്ന ശേഖരൻകുട്ടി ലോഡ്ജിലേക്ക് കയറി വന്നപ്പോൾ രാമേട്ടൻ അതിശയപ്പെട്ടു. മുറി ഒഴിഞ്ഞ് താക്കോൽ ഏൽപ്പിച്ച് പെട്ടിയും കിടക്കയുമായി ടാക്സി വിളിച്ച് ഒറ്റപ്പാലത്തേക്ക് മടങ്ങിപ്പോയ ആളാണ്. എന്താ ശേഖരൻകുട്ടി വിശേഷം? ഒരു മുറി വേണം രാമേട്ട. 6 മാസത്തേക്ക് മതി. വാടക എത്ര വെച്ചാൽ കണക്കാക്കിക്കോളൂ. കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെന്താ? നിങ്ങൾ 3-ാം കൊല്ലക്കാർ 4 പേരായിരുന്നില്ലേ? 4 പേര് മുറി കാലിയാക്കിപ്പോയി. തൻ്റെ മുറിയുണ്ടല്ലോ, അതെടുക്കാം. ശേഖരൻകുട്ടി ആദ്യം ചെയ്തത് ശെൽവനെ വിട്ട് രാത്രി വണ്ടിക്ക് മദിരാശിയിലേക്കൊരു ടിക്കറ്റ് റിസർവ് ചെയ്യിക്കുകയാണ്. 3rd ക്ലാസ് വേണ്ട, 2nd ക്ലാസ് മതി എന്ന് പ്രത്യേകം ചട്ടം കെട്ടി. 2nd ക്ലാസ് ഇല്ലെങ്കിൽ 1st ക്ലാസ്. ശെൽവനാണ് ലോഡ്ജിലെ ശിങ്കിടി. 1 മണിക്കൂർ കൊണ്ട് അവൻ മടങ്ങി വന്നു. 2nd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഒരു ലോവർ ബർത്ത് കിട്ടി. സമാധാനമായി. രാമേട്ടൻ കിടക്കയും തലേണയും 2 ഷീറ്റും തന്നു. തൽക്കാലം ഇതൊക്കെ മതി. ഇവിടെ ഒരു താവളം വേണം. അതില്ലാതെ പറ്റില്ല. മാസത്തിൽ ഒരിക്കലെങ്കിലും പാലക്കാട്ട് വരണം. ഹേമ കാത്തിരിക്കുന്നുണ്ടാവും. അകന്നു കഴിയുമ്പോഴാണ് സ്നേഹത്തിൻ്റെ തീവ്രത കൂടുന്നത്. മറിച്ചും വരാം. നിലവിലുള്ള കാമുകനേക്കാൾ യോഗ്യനും സുന്ദരനുമായ ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ സ്ത്രീയുടെ മനസ്സ് മാറില്ലെന്ന് പറയാനാവില്ല. മകൾക്കു വേണ്ടി അച്ഛൻ തന്നെ അനുരൂപനായ മറ്റൊരു പുരുഷനെ കണ്ടുപിടിച്ചെന്നും വരാം. ഡെപ്യൂട്ടി കളക്ടർ ഗോപാലമേനോൻ്റെ ഏക സന്തതി. ഗോവിന്ദാപുരത്ത് ഏക്കർ കണക്കിന് തോട്ടങ്ങൾ, 3 നില മാളിക, പരിചാരക വൃന്ദം, കാറ്. മേനോൻ്റെ ഭാര്യ ചിറ്റൂരെ തെക്കുംപാട്ടയാണ്. തെക്കുംപാട്ടത്ത് തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവരുടെ അമ്മാവൻ കൊച്ചി രാജാവിൻ്റെ ദിവാനായിരുന്നു. പണവും പ്രതാവുമുള്ള പ്രമാണിമാരുടെ മക്കളുടെ ആലോചന വരാം ഹേമലതയ്ക്ക്. ആദ്യമൊന്നും ഹേമ സമ്മതിക്കില്ലായിരിക്കും. അവൾ കണ്ണീരൊഴുക്കും, ഉണ്ണാവ്രതമിരിക്കും. പക്ഷേ പെൺകുട്ടികളുടെ കണ്ണീരിന് അധികം ആയുസ്സുണ്ടാവില്ല. പഴയ സാരി ഉപേക്ഷിക്കാനും പുതിയ പകിട്ടുള്ള പുടവ വാരിച്ചുറ്റി ഒരുങ്ങി നടക്കാനും അവൾ മടി കാണിക്കില്ല. ഇത്തിരി പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഹേമയെ കൊക്കിലൊതുക്കിയെടുക്കാൻ. ഇൻ്റർമീഡിയറ്റിൻ്റെ ക്ലാസ് തുടങ്ങുന്ന ദിവസം അച്ഛൻ്റെ കൈ പിടിച്ചാണ് ധാവണിക്കാരിയായ സുന്ദരിക്കുട്ടി കോളേജിൻ്റെ പടികേറി വന്നത്. ശേഖരൻകുട്ടിയുടെ BA 3-ാം വർഷം തുടങ്ങുന്നു. കോളേജിലെ സീനിയർ സ്റ്റുഡൻറ്റ്. അച്ഛനെയും മകളെയും പോർട്ടിക്കോവിലിറക്കി കറുത്ത മിന്നുന്ന കാറ് ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്ത് അരളിമരങ്ങളുടെ തണൽ തേടിപ്പോയി. അത് ഡെപ്യൂട്ടി കളക്ടർ ഗോപാലമേനോനാണെന്ന് പലരും പറയുന്നത് കേട്ടു. അന്നേ അവളെ നോട്ടമിട്ടതാണ്. അവളെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചറിഞ്ഞു. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഒന്ന്. ഗോവിന്ദാപുരത്താണ് വീട്. കണക്കില്ലാത്ത സ്വത്ത്. ഹേമയുടെ സൗന്ദര്യത്തിലേറെ ശേഖരൻകുട്ടിയെ വിഭ്രമിപ്പിച്ചത് ജില്ല ഭരിക്കുന്ന ഡെപ്യൂട്ടി കളക്ടറും അദ്ദേഹത്തിൻ്റെ ഭാരിച്ച സ്വത്തുക്കളുമാണ്. ഏക മകൾ. എല്ലാം അവൾക്കും അവളെ താലി കെട്ടുന്നയാൾക്കും അനുഭവിക്കാനുള്ളത്. ഭൈമി കാമുകന്മാരേറെ പേരുണ്ടായിരുന്നു അവളുടെ പിന്നാലെ. ആരോടെങ്കിലും അവൾക്ക് അലിവ് തോന്നിയാൽ തീർന്നു. ആദ്യ പ്രണയത്തിൻ്റെ മധുരം നുണഞ്ഞ പെൺകുട്ടി പിന്നീട് മറ്റാരെയും ഗൗനിക്കില്ല. ഹേമയുടെ ധാവണി ഉടക്കുന്നത് ഈ മുള്ളുചെടിയിലായിരിക്കണമെന്ന് ശേഖരൻകുട്ടിക്ക് വാശിയായി. ഏതു പെൺകുട്ടിയും ഒരു വട്ടം കൂടി നോക്കിപ്പോകുന്ന ശരീര സൗഭാഗ്യമുണ്ട് ശേഖരൻകുട്ടിക്ക്. അതിലുപരി കോളേജിലെ അതിബുദ്ധിമാനായ വിദ്യാർത്ഥി എന്ന ഖ്യാതി. അധ്യാപകരുടെ കണ്ണിലുണ്ണി. പ്രസംഗവേദികളിൽ അനർഗളമായി സരസമായി സംസാരിക്കുന്നവൻ. സദസ്സിൻ്റെ കയ്യടി വാങ്ങുന്നവൻ. ഇതിൽ പരം എന്തു വേണം ഒരു പെണ്ണിൻ്റെ കരളിൽ കയറിപ്പറ്റാൻ? കോളേജിൻ്റെ വരാന്തകളിൽ മനഃപൂർവ്വം എന്നാൽ യാദൃശ്ചികമായിട്ടെന്ന വണ്ണം ഹേമയെ പലവട്ടം കണ്ടു. ഒരു നോട്ടം, ഒരു ചിരി. കൂട്ടുകാരികളോടൊപ്പം അവൾ നടന്നു പോകുന്നത് ശേഖരൻകുട്ടി നോക്കി നിന്നു. ഓരോ പ്രാവശ്യവും അവൾ തിരിഞ്ഞു നോക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പ്രതീക്ഷ തെറ്റിയില്ല.
പരിചയം വളർന്നു. ലൈബ്രറിയിൽ സ്ഥിരം സന്ദർശകയായി ഹേമ. ആർക്കും സംശയത്തിനിട കൊടുക്കാതെ പുസ്തക അലമാരകളുടെ മറവിൽ അവർ സ്വപ്നങ്ങൾ കൈമാറി. ഇനി ആര് കണ്ടാലും തങ്ങൾക്കൊന്നുമില്ലെന്ന അവസ്ഥ വന്നു. അവർ പ്രണയബദ്ധരാണെന്ന് അറിഞ്ഞിട്ടും അധ്യാപകർക്ക്, പ്രിൻസിപ്പാളിനു പോലും അതിൽ അസ്വാഭാവികതയുണ്ടെന്ന് തോന്നിയില്ല. രാമന് സീതാദേവി, നളന് ദമയന്തി, കൃഷ്ണന് രുക്മിണി. അങ്ങുമിങ്ങും അണ്ടിപോയ അണ്ണാന്മാർ ചിലയ്ക്കുന്നു. ആര് ശ്രദ്ധിക്കാൻ? മകളുടെ പ്രണയം അച്ഛൻ്റെ ചെകിട്ടിൽ എത്തട്ടെ, എങ്കിൽ കഥ മാറുമെന്ന് നിരാശാകാമുകന്മാർ കാത്തിരുന്നു. ഒരു മധ്യാഹ്നത്തിൽ ഗോപാലമേനോൻ്റെ കാറ് കോളേജിൻ്റെ ഗേറ്റിൽ വന്ന് ബ്രേക്കിട്ടു. ശേഖരൻകുട്ടിയെ വിളിച്ചു കൊണ്ടുവരുവാൻ മേനോൻ പ്യൂൺ രാമസ്വാമിയെ വിട്ടു. ശേഖരൻകുട്ടി മുമ്പിലും രാമസ്വാമി പിമ്പിലുമായി ഗേറ്റിലേക്ക് നടന്നു. ഇടിയും മിന്നലും ഭൂമികുലുക്കവും പ്രതീക്ഷിച്ച് കഥയിലെ വില്ലന്മാരും ഗേറ്റിന് പുറത്തെത്തി. അവിടെയും ഇവിടെയും മരച്ചുവെട്ടിലും അവർ കൂട്ടം കൂടി നിന്നു. കാഴ്ചക്കാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഗോപാലമേനോൻ ശേഖരൻകുട്ടിക്ക് കൈകൊടുത്തു. ചിരിച്ചുകൊണ്ട് കുശലം ചോദിച്ചു. അപ്പോഴേക്കും ഹേമ വന്നു. രാമസ്വാമിയാണ് ഹേമയെയും കൂട്ടിക്കൊണ്ടുവന്നത്. ശേഖരൻകുട്ടി കാറിൻ്റെ മുൻസീറ്റിലിരുന്നു. അച്ഛനും മകളും പിൻസീറ്റിൽ. ഡ്രൈവർ കാറ് റിവേഴ്സ് എടുത്ത് ടാറിട്ട നിരത്തിലേക്ക് കയറ്റി. കാറ് ടൗണും കഴിഞ്ഞ് തെക്കോട്ട് ഓടിക്കൊണ്ടിരുന്നു, ഗോവിന്ദാപുരത്തേക്ക്. മകളുടെ ഭാവി വരനെ അമ്മയ്ക്കും പരിചയപ്പെടേണ്ടേ? ഹേമയുടെ അമ്മയ്ക്ക് ശേഖരൻകുട്ടിയെ ഇഷ്ടപ്പെട്ടു. നല്ല ചെക്കൻ. ഒറ്റപ്പാലത്തെ പേരും പെരുമയുമുള്ള തറവാടാണെന്ന് ഹേമയുടെ അച്ഛൻ അന്വേഷിച്ചറിഞ്ഞിരിക്കുന്നു. ഒറ്റപ്പാലത്ത് നിന്ന് 4-5 നാഴിക ഉള്ളിലേക്ക് പോകണം അവൻ്റെ തറവാട്ടിൽ എത്തിപ്പെടാൻ. കുറേ ദൂരം കാറ് പോവും. പാടത്തിൻ്റെ കരയ്ക്കാണത്രേ വീട്. പാടം ചവിട്ടി വേണം വീടിൻ്റെ പടിപ്പുരയിലെത്താൻ. മഴക്കാലത്ത് ചളിപിളിയാവുന്ന വരമ്പുകൾ, വഴുക്കലും ചെളിയുമുള്ള വരമ്പത്തുകൂടി നടന്ന് ഹേമയ്ക്ക് പരിചയമില്ലാത്തതാണ്. അത് സാരമില്ല, വല്ലപ്പോഴും ഒരിക്കലല്ലേ ശേഖരൻകുട്ടിയുടെ വീട്ടിൽ പോകേണ്ടൂ. കല്യാണം കഴിഞ്ഞ മകളും മരുമകനും ഗോവിന്ദാപുരത്ത് താമസിക്കട്ടെ. അവന് നിർബന്ധമാണെങ്കിൽ പാലക്കാട് ടൗണിൽ ഒരു മാളിക വെച്ചു കൊടുക്കാം. അച്ഛൻ്റെ സാരക്കുട്ടിക്ക് ഒരു പുതുപുത്തൻ കാറും. ഒരിക്കൽ നാട്ടിൽ പോയപ്പോൾ അമ്മയുടെ മരപ്പെട്ടിയിൽ വെച്ചിരുന്ന സ്വന്തം ജാതകം തപ്പിയെടുത്തു ശേഖരൻകുട്ടി. അവൻ്റെ ജാതകവും മകളുടെ ജാതകവും ഗോപാലമേനോൻ ഒത്തുനോക്കിച്ചു. 10-9 പൊരുത്തം. നവഗ്രഹങ്ങളും അനുകൂലം. ദശാസന്ധികളില്ല. ഇതിൽ കൂടുതൽ എന്തു വേണം? ശേഖരൻകുട്ടിയുടെ പഠിപ്പ് കഴിയുന്ന മുറയ്ക്ക് അവൻ്റെ വീട്ടിലേക്ക് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലുള്ള മാന്യനും മര്യാദക്കാരനുമായ ഒരു വ്യക്തിയെ ദൂത് പറഞ്ഞയക്കാമെന്ന് ഗോപാലമേനോൻ നിശ്ചയിച്ചു. എന്നിട്ടാവാം അതിനങ്ങോട്ടുള്ള കാര്യങ്ങൾ. വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് എടുക്കാമെന്നും കൊടുക്കാമെന്നും വെച്ചാൽ പിന്നീട് താമസിപ്പിക്കരുത്. ശുഭസ്യ ശീഘ്രം. കല്യാണം കഴിഞ്ഞ് അവന് പഠിപ്പ് തുടരാം. വക്കീൽ ഭാഗമെങ്കിൽ അങ്ങനെ. സിവിൽ സർവീസിന് ശ്രമിക്കണമെന്നാണ് അവന് മോഹമെങ്കിൽ കോച്ചിങ്ങിനെ മദിരാശിയിലേക്ക് പറഞ്ഞയക്കാം. IAS കിട്ടുകയാണെങ്കിലോ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഹേമയുടെ ഭാഗ്യം പോലിരിക്കും. ശേഖരൻകുട്ടിക്ക് അതിനുള്ള മിടുക്കുണ്ട്. ഭാഗ്യജാതകമാണ് ഹേമയുടെ. അതുകൊണ്ടാണല്ലോ ശേഖരൻകുട്ടിയെപ്പോലൊരു മിടുക്കനെ അവൾ കണ്ടുപിടിച്ചത്. അധ്യായം 2. ശെൽവൻ കൊണ്ടുവന്ന റിസർവേഷൻ ടിക്കറ്റ് പെട്ടിയിൽ വെച്ച് മുറി അടച്ചുപൂട്ടി ശേഖരൻകുട്ടി ലോഡ്ജിൽ നിന്നിറങ്ങി. ബസ് പിടിച്ച് നേരെ ഗോവിന്ദാപുരത്തേക്ക്. നനച്ചിരിയാതെ ശേഖരൻകുട്ടി കയറി വന്നപ്പോൾ ഹേമയ്ക്കും അമ്മയ്ക്കും അതിശയം. ഇരിക്കി ശേഖര. ചായയിടാൻ അമ്മ അകത്തേക്ക് പോയി. ഹേമ സോഫയിൽ കാമുകനോട് ചേർന്നിരുന്നു. ഞാൻ ഓർത്തോർത്തിരിക്കുകയായിരുന്നു. ആരെ? ഈ ആളെ. അവളുടെ കരം കവർന്ന് മൃദുവായ നീണ്ടു മെലിഞ്ഞ വിരലുകളെ ഒരു പൂവിനെ എന്ന പോലെ താലോലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇന്ന് രാത്രി മദിരാശിക്ക് പോണം. ചോദ്യഭാവത്തിൽ ഹേമ പ്രിയപ്പെട്ടവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. 6 മാസത്തെ ഒരു സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിന് ചേരണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഭാവിയിൽ ഗുണം ചെയ്യും. അപ്പോഴേക്കും BLന് അഡ്മിഷൻ ശരിയാവും. മാസത്തിലൊരിക്കലെങ്കിലും വരണം. എനിക്ക് കാണാതിരിക്കാൻ വയ്യ. ദിവസം കത്തെഴുതണം. ഫോൺ നമ്പർ തരാം. ഇടയ്ക്ക് വിളിക്കണം. എന്നെ സങ്കടപ്പെടുത്തരുത്. എൻ്റെ പൊന്നിനെ സങ്കടപ്പെടുത്താനോ? നല്ല കഥ. അമ്മ ചായ കൊണ്ടുവന്നു. പ്ലേറ്റിൽ മുറുക്കും ചീടയും പൂവമ്പഴവും. ശേഖരൻകുട്ടി ഒരു പൂവമ്പഴം മാത്രം കഴിച്ചു. കഴിക്ക് ശേഖര. വിശപ്പില്ലമ്മേ. പാലക്കാട്ട് നിന്ന് ഊണ് കഴിച്ചിട്ടാ വന്നത്. അച്ഛനും അമ്മയ്ക്കും സുഖം. രണ്ടാളും പ്രത്യേകം ചോദിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ശേഖരേട്ടൻ മദിരാശിക്ക് പോവുകയാണ്. ഇംഗ്ലീഷിൽ അഡ്വാൻസ്ഡ് കോഴ്സ് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് BLന് ചേരാമെന്ന്. നന്നായി. മദിരാശിയിൽ എവിടെയാണ് താമസിക്കുക? എൻ്റെ കൂട്ടുകാരനുണ്ട്. ഒപ്പം പഠിച്ചതാണ്. തൃക്കടിയിരിക്കാരൻ കുട്ടിനാരായണൻ. ഇടയ്ക്ക് വരണം. ഇവിടെ ഒരാൾ കുട്ടിയെ ധ്യാനിച്ചിരിപ്പാണ് ഏതു നേരവും. ഞാൻ വരും. എനിക്കും കാണാതിരിക്കാൻ വയ്യമ്മേ.
മകളെയും ഭാവി മരുമകനെയും ഒറ്റയ്ക്ക് വിട്ട് അമ്മ അടുക്കളയിലേക്ക് പോയി. പണിക്കാരി തള്ള നിലം തുടയ്ക്കാൻ തുണിയും ബക്കറ്റുമായി വന്ന് കുട്ടികൾ എന്തൊക്കെയാണ് കിന്നാരിക്കുന്നതെന്നറിയാൻ ചെവി കൂർപ്പിച്ചു. ജാനുവമ്മ അകത്തു പോയിക്കോളൂ, തുടയ്ക്കലൊക്കെ പിന്നെ മതി. തള്ള മുറുമുറുത്തുകൊണ്ട് അകത്തേക്ക് വലിഞ്ഞു. കൊച്ചു വർത്തമാനം പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. മുറ്റത്ത് നിഴലിന് നീളം കൂടിയിരിക്കുന്നു. ശേഖരൻകുട്ടി എണീറ്റു. പോട്ടെ, വണ്ടി 8 മണിക്കാണ്. അമ്മയോടും ഹേമയോടും യാത്ര പറഞ്ഞ ബംഗ്ലാവിൻ്റെ ഒതുക്കുകളിൽ ഇറങ്ങി. ഹേമ ഗേറ്റ് വരെ വന്നു. മാസം കൂടുമ്പോൾ വരണം. വരാം. കത്തെഴുതണം. എഴുതാം. ഫോൺ വിളിക്കണം. വിളിക്കാം. അവളുടെ തുടുത്ത കവളിൽ ഒരു സ്നേഹസമ്മാനം കൊടുക്കണമെന്നുണ്ടായിരുന്നു. പറ്റിയില്ല. അമ്മ കണ്ടുകൊണ്ട് വന്നാലോ? അമ്മ കണ്ടില്ലെങ്കിലും കാഴ്ച കാണാൻ നിൽപ്പുണ്ടാവും പണിക്കാരി തള്ള വാതിലിൻ്റെ മറവിൽ. 7 മണിക്കെങ്കിലും സ്റ്റേഷനിലെത്താനുള്ള ബദ്ധപ്പാടിലായിരുന്നു ശേഖരൻകുട്ടി. രാമേട്ടനോട് യാത്ര പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് കാണാമെന്ന് രാമേട്ടൻ ഉറപ്പ് കൊടുത്തു. സ്റ്റേഷൻ വരെ ശെൽവൻ കൂട്ടുവന്നു. പെട്ടി അവൻ തൂക്കി. 2 ഉറുപ്പിക അവൻ്റെ കീശയിൽ ഇട്ടുകൊടുത്തു. അവന് സന്തോഷമായി. വേന്ദ്രനാണ് ശെൽവൻ. രാമേട്ടനറിയാതെ ചില രാത്രികളിൽ ബ്രാൻഡിക്കുപ്പി മടിക്കുത്തിൽ തിരികി വരട്ടിയ ആട്ടിറച്ചിയുടെ ഇലപ്പൊതിയുമായി അവൻ ലോഡ്ജിൽ വരും. 3-ാം കൊല്ലക്കാർ. അവർ 4 പേരുണ്ടായിരുന്നു. മദ്യപാനത്തിൽ ആരാരും മുമ്പനെന്ന് പറയാൻ വയ്യ. കുടിച്ച് പൂസായി അവർ അന്തം വിട്ട് കിടന്നുറങ്ങി. രാമേട്ടൻ മുറിയിൽ വന്ന് എത്തി നോക്കാതിരിക്കാൻ മുറി അകത്തുനിന്ന് സാക്ഷിയിട്ടു. മാസത്തിൽ ഒരിക്കലെങ്കിലും സെക്കൻഡ് ഷോ കാണാനെന്ന പേര് പറഞ്ഞ് ശേഖരൻകുട്ടിയും കൂട്ടുകാരും ശെൽവൻ്റെ കൂടെ പാലക്കാട്ടെ ഇടുങ്ങിയ ഊടുവഴികളിലൂടെ നടന്നു. ഒറ്റപ്പെട്ട ചില കുടിലുകളുടെ ചെറ്റവാതിലിൽ തട്ടി. കടുംനിറത്തിലുള്ള ചേല ചുറ്റിയ ചുവന്ന വലിയ പൊട്ടുവെച്ച കറുത്തു തടിച്ച തമിഴത്തി പെണ്ണുങ്ങൾ അവരെ അകത്തേക്ക് വിളിച്ചു. ശെൽവൻ പുറത്തു കാത്തുനിന്നു. തമിഴത്തികൾ ലോഭമില്ലാതെ പകർന്നു കൊടുക്കുന്ന സുഖം നുകർന്ന് സെക്കൻഡ് ഷോ വിടുന്ന സമയം നോക്കി തമ്പികൾ ലോഡ്ജിൽ തിരിച്ചെത്തി. ഹേമയെ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ശേഖരൻകുട്ടി മദ്യസേവ നിർത്തി. നിശാടനവും. കൂട്ടുകാരപ്പോഴും രാത്രി 2ാമത്തെ സിനിമയ്ക്ക് ശെൽവൻ്റെ പിന്നാലെ പോയി. നല്ലവനാവണമെന്ന മോഹം കലശലായി വന്നു. ഹേമയെ തന്നെ സങ്കല്പിച്ച് ശേഖരൻകുട്ടി രാത്രികൾ തള്ളി നീക്കി. തൽക്കാലം അത് മതി. നല്ലവനായ ശേഖരൻകുട്ടി പരീക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തി. 2 ആഴ്ച കൂടുമ്പോൾ പാലക്കാട്ടേക്കും പാലക്കാട്ട് നിന്ന് ഗോവിന്ദാപുരത്തേക്കും പോയി ഹേമയെ കണ്ടു. ഹേമയുടെ അമ്മയെ കണ്ടു. ഏറെ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. മകളെയും ഭാവി മരുമകനെയും ഒറ്റയ്ക്ക് വിട്ട് അമ്മ അടുക്കളയിലേക്ക് പിൻവാങ്ങി സദ്യവട്ടങ്ങളുണ്ടാക്കി. ഡെപ്യൂട്ടി കളക്ടർ വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ലാത്ത നേരങ്ങളാണ് ശേഖരൻകുട്ടി സന്ദർശനത്തിന് തിരഞ്ഞെടുത്തത്. ഹേമയുടെ അച്ഛനുണ്ടെങ്കിൽ സമാഗമത്തിൻ്റെ രസം കുറയും. ഓഫീസ് കാര്യങ്ങളും ചരിത്രവും സാഹിത്യവും ചർച്ചാവിഷയമാകും. ഹേമയോട് സല്ലപിക്കാൻ പിന്നെ എവിടെ സമയം? 4 മണിക്ക് ഗോവിന്ദാപുരത്തു നിന്ന് പുറപ്പെടുന്ന ബസ്സിൽ കയറി പറ്റിയാലേ ഒറ്റപ്പാലത്തെത്തി 5 നാഴിക നടന്ന് 8 മണിക്കെങ്കിലും വീടണയാൻ പറ്റൂ. മദിരാശി സെൻട്രലിൽ കുട്ടിനാരായണൻ കാത്തു നിൽപ്പുണ്ടാവും. TVSലാണ് അവന് ജോലി. അവൻ്റെ അച്ഛൻ്റെ ഒരകന്ന ബന്ധു ഒപ്പിച്ചു കൊടുത്തതാണ്. ഹൈസ്കൂളിൽ പഠിച്ച 3 കൊല്ലവും 2 പേരും ഒരേ ബെഞ്ചിലായിരുന്നു. അടുത്ത ചങ്ങാതിമാർ. ഇൻ്ററിന് കുട്ടിനാരായണനും പാലക്കാട്ടെ കോളേജിൽ ചേർന്നു. 2 കൊല്ലം അവൻ അങ്ങനെയൊക്കെയോ തള്ളി നീക്കി. തരക്കേടില്ലാത്ത മാർക്കോടെ ഇൻ്റർ കടന്നു കിട്ടി. ഇനി പഠിക്കാൻ വയ്യെന്ന് അവൻ കോലും മുറിച്ചിട്ടു മദിരാശിയിലേക്ക് വണ്ടി കയറി. മദിരാശിയിൽ കുട്ടിനാരായണനുള്ളത് അനുഗ്രഹമായി. ഒളിച്ചു കഴിയാൻ മദിരാശി സിറ്റി പോലെ വേറെ ഏത് സ്ഥലമുണ്ട്? പറ്റിപ്പോയ മണ്ടത്തരമോർത്ത് ഇപ്പോൾ ദുഃഖിച്ചിട്ട് എന്ത് പ്രയോജനം? എന്തിനാണ് അച്ഛനോട് കുറ്റം ഏറ്റുപറഞ്ഞത്? കൃത്യം കണ്ടതുപോലെയാണ് അച്ഛൻ ഭേദ്യം തുടങ്ങിയത്. എനിക്കൊന്നും അറിയില്ലെന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും അച്ഛൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാമായിരുന്നു. തലയിൽ തൊട്ട് സത്യം ചെയ്തതുകൊണ്ട് ആരുടെയും തല പൊട്ടിപ്പിളർന്നിട്ടുണ്ടാവില്ല. വെറും അന്ധവിശ്വാസം. ശേഖരൻകുട്ടി ബുദ്ധിമാനാണെന്ന് എല്ലാവരും പറയുന്നു. കഷ്ടം. ഒരു നുണ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാത്ത വിഡ്ഢി. 2 ചെകിടത്തും മാറി മാറി അടി വീണപ്പോൾ പതറിപ്പോയി. നടന്നത് വള്ളി പുള്ളി വിടാതെ അച്ഛൻ്റെ മുമ്പിൽ വിളമ്പി. അച്ഛനൊരു സൂചന പോലും കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് എന്തേ ഓർമ്മ വന്നില്ല? അച്ഛൻ കാടടച്ചു വെടിവെച്ചു. തോക്ക് നീളുന്നത് കണ്ട് പന്നി ചാടി വീണ വെടിയുണ്ട നെറ്റിയിൽ തന്നെ ഏറ്റുവാങ്ങി. കാണാൻ പാടില്ലാത്ത കോലത്തിൽ ഇട്ടിച്ചിരിയെയും മകനെയും കണ്ടുവെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാകുമോ? ഉണ്ടാവില്ല. എങ്കിൽ എന്നേ അച്ഛൻ ചന്ദ്രഹാസം എടുക്കേണ്ടതായിരുന്നു. അന്നേ അച്ഛൻ്റെ കൈ കവിളത്ത് വീണിട്ടുണ്ടാകുമായിരുന്നു. ഇട്ടിച്ചിരിയും അപ്പവും അടുപ്പത്തിലാണെന്നും കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറുകയാണെന്നും അമ്മ സൂചിപ്പിച്ചു കാണുമോ? അച്ഛനത് ഇത്രനാൾ മറിഞ്ഞതായി ഭാവിക്കാതിരുന്നതാണെങ്കിലോ? പോലീസുകാരനോട് അച്ഛൻ സത്യം പറഞ്ഞുകൂടുന്നില്ല. സ്വഭാവം കൊണ്ട് ഹരിശ്ചന്ദ്രനാണ്. ധർമ്മം പുലർന്നു കാണാൻ ആഗ്രഹിക്കാം അച്ഛൻ.
അങ്ങനെ സംഭവിക്കില്ല. വർഷങ്ങൾ കാത്തിരുന്ന് അമ്പലങ്ങളായ അമ്പലങ്ങളിൽ വഴിപാട് കഴിച്ചുണ്ടായ മകൻ ഇനി ഒന്നിൻ്റെ മുഖത്ത് നോക്കാനില്ലല്ലോ അച്ഛനും അമ്മയ്ക്കും. അല്ലെങ്കിൽ ശിക്ഷ എപ്പോഴേ അച്ഛൻ നടപ്പാക്കി കഴിഞ്ഞു. ഒരാവർത്തി കൂടി ശിക്ഷ നടന്നു കാണാൻ അച്ഛൻ പോലീസിനും നിയമത്തിനും മകനെ വിട്ടുകൊടുക്കില്ല. തൽക്കാലം നാട്ടിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. വരും ദിവസങ്ങളിൽ പോലീസുകാർ കൊക്കർണിപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലും പട്ടിയെപ്പോലെ മണത്തു നടക്കും. സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവാം. തറവാട്ടിലേക്കും കയറി വരാം പോലീസ്. പെണ്ണിനെ വയറ്റിലുണ്ടാക്കിയതാരെന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. ചെറുപ്പക്കാരെയാവും അവർ നോട്ടമിടുക. ഇൻസ്പെക്ടർ തിരിച്ചും മറിച്ചും ചോദിക്കും. കല്ലുപോലെ കണ്ണിമ വെട്ടാതെ നിൽക്കാൻ കഴിയണം. ബുദ്ധിയുള്ള പോലീസുകാരനാണെങ്കിൽ സംശയിക്കുന്ന ആളിൻ്റെ കണ്ണിലേക്ക് നോക്കിയാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇരയുടെ കണ്ണിൽ ഭയത്തിൻ്റെ നിഴലാട്ടം കാണുമ്പോഴാണല്ലോ പുലി ചാടി വീഴുന്നത്. എന്തിന് പോലീസിനെ ഭയക്കണം? ഒരു തെളിവും ബാക്കി വയ്ക്കാതെയാണ് അന്ന് കൊക്കർണിപ്പറമ്പിൽ നിന്ന് തിരിച്ചിറങ്ങിയത്. 10 തലയുള്ള പോലീസ് ഓഫീസർ വന്നാലും കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. എങ്കിലും ഒരു മുൻകരുതൽ. അവളുടെ കർണഞരമ്പുകളിൽ വിരലുകൾ അമർത്തുമ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് പെണ്ണിൻ്റെ ജീവൻ എടുത്തത്. തിരിഞ്ഞു നോക്കാതെ കൊക്കർണിപ്പറമ്പിൽ നിന്ന് പാടത്തേക്കിറങ്ങി. ആകാശച്ചെരുവിൽ വിളറിയ ചന്ദ്രക്കല. ടോർച്ച് കയ്യിലില്ലെന്ന് അപ്പോഴാണ് ഓർമ്മ വന്നത്. ടോർച്ച് ആൽത്തറയിൽ മറന്നു വെച്ചിരിക്കുന്നു. കൂടുതൽ ആലോചിക്കാൻ നിന്നില്ല. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ വരമ്പുകൾ അവ്യക്തമായെങ്കിലും കാണാം. നടന്നു പരിചയിച്ച വഴിയായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ടോർച്ച് കയ്യിലില്ലാത്തത് നന്നായി. ടോർച്ച് വെളിച്ചം കൊക്കർണിപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ട് പാടത്തുകൂടി പടിഞ്ഞാട്ട് ചേലക്കോട്ട് പടിപ്പുര വരെ നീങ്ങിപ്പോകുന്നത് ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ കഴിഞ്ഞു. അതും ഒരു തെളിവായി കൂടെന്നില്ല. ദൈവം എൻ്റെ ഭാഗത്താണ്. പടിപ്പുര തള്ളിത്തുറന്ന് മുറ്റത്തേക്കുള്ള ഒതുക്കുകൾ കയറി. കോലായിൽ കമ്പിറാന്തലിൻ്റെ പ്രകാശം. അച്ഛൻ ചാരുകസേരയിൽ ഇരിക്കുന്നു. കൈമുട്ടുകൾ രണ്ടും കസേരത്തണ്ടിലൂന്നി കൈപ്പടം കൊണ്ട് താടിക്ക് താങ്ങുകൊടുത്തിയാണ് ഇരിപ്പ്. അച്ഛൻ്റെ കനപ്പിച്ച മുഖഭാവം റാന്തലിലെ മങ്ങിയ പ്രകാശത്തിലും കാണാം. ദേഷ്യം വരുമ്പോഴാണ് അച്ഛൻ ഈ ഇരിപ്പിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ മുഖം ചുവന്നു തുടുത്തിട്ടുണ്ടാവും. എവിടെ പോയിരുന്നു? അച്ചുമാമയുടെ വീട്ടിൽ. പോക്കറ്റ് ലാബ് കയ്യിൽ വെച്ചൂടെ നിനക്ക്? അച്ഛനെ പേടി വേണ്ട. ഇഴജന്തുക്കളെ പേടിക്കണ്ടേ? ഇനി അങ്ങനെ ചെയ്യാം, ഞങ്ങൾക്ക് വേണ്ടി. മറുപടിയൊന്നും പറയാതെ മുകളിലേക്കുള്ള കോണി കയറി. തെക്കേ അറയിൽ കട്ടിൽ മലർന്നു കിടന്നു. എല്ലാം മംഗളമായി കലാശിച്ചു. മനസ്സിൻ്റെ ഭാരം നീങ്ങിക്കിട്ടി. കരിമേഘം നീങ്ങിപ്പോയ ആകാശം. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു പൊങ്ങിയിരിക്കുന്നു. അത് ചന്ദ്രനല്ല, ഹേമയുടെ മുഖമാണ്. അവളുടെ മന്ദസ്മിതം നിലാവായി പെയ്തിറങ്ങുന്നു. നിലാവ് കണ്ണുകളെ തഴുകിയടച്ചു. ഉറക്കത്തിൻ്റെ ആഴത്തിലേക്ക് താണുകൊണ്ടിരിക്കെ അകലെ അമ്മയുടെ വിളി കേൾക്കുന്നു. വല്ലതും കഴിച്ചിട്ട് കിടക്കടാ. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത് എന്നായിരിക്കണം മറുപടി പറഞ്ഞത്. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിലെ 2ാം ഭാഗത്തിലെ 2ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.